വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ തിരുവചനങ്ങൾ. ആദിമസഭയുടെ വളർച്ചയും സുവിശേഷ പ്രഘോഷണവും കഴിയുന്നതും പരസ്യമാക്കാതെയായിരുന്നു. അതുകൊണ്ട് ആരംഭകാലത്ത് സുവിശേഷം അധികമൊന്നും അറിയപ്പെട്ടിരുന്നില്ല. വിശ്വാസികൾ മതപീഡനത്തെ ഭയന്ന് വിശ്വാസം പോലും ഒളിച്ചുവെച്ചു. ഈ അവസ്ഥ അധികകാലം നിലനിൽക്കില്ല എന്നാണ് യേശു പറയുക. സുവിശേഷം ലോകം മുഴുവനിലും പ്രഘോഷിക്കപ്പെടാനുള്ള ശിഷ്യന്മാർ ഭഗ്നാശരാകാതിരിക്കാനാണ് യേശു ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവരെ പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുകയായിരുന്നു അവിടുന്ന്. ഗുരുവിനെ പോലെ ശിഷ്യന്മാരും സുവിശേഷത്തിന് സാക്ഷ്യം നൽകാനായി കൊടുക്കേണ്ട വിലയെക്കുറിച്ചും അവിടുന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് യേശു 2 തരം മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുക. സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നിർഭയം സാക്ഷ്യം നൽകുമ്പോൾ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തിന്മ ശത്രുക്കൾ അവനെ വധിച്ചേക്കാമെന്നുള്ളതാണ്. അപ്പോഴും അവൻ്റെ ആത്മാവ് സുരക്ഷിതമാണ്. യേശു തന്നെ പറയുന്നുണ്ടല്ലോ, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുമെന്ന്. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഭയം കൂടാതെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശംശന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീ